ഇന്ന് രാവിലെ കരിപ്രസാദം ഉണ്ടാക്കുന്ന ഈ ശാല, അതായത് നിങ്ങൾ ഇപ്പോൾ വിഷ്വലിൽ കാണുന്ന ഗണപതി ക്ഷേത്രത്തിനടുത്തുള്ള വൃത്തിഹീനമായിട്ടുള്ള സ്ഥലമാണ്. ലോകത്തറിയപ്പെടുന്ന ഈ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്ന കരിപ്രസാദം ദേവസ്വം മാനിൽ അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലാണ് അത് തയ്യാറാക്കേണ്ടുന്നത്. മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കേണ്ടുന്നത്. ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത്. ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദമാണ് ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നത്. ഭക്തജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദമാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളുടെ അന്വേഷണത്തിൽ ഈ കരിപ്രസാദം ഈ കാണുന്ന വൃത്തിഹീനമായ സ്ഥലത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് കരിപ്രസാദത്തിൻ്റെ പ്രസാദ വഴിപാടുകളാണ് ഇവിടെ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഇതിൽ നിന്ന് ഈ ലോബി ഉണ്ടാക്കുന്നത്. അതായത് മേൽശാന്തി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മഹാഗണപതിയുടെ മഹാദേവൻ്റെ പ്രതിരൂപമായി കാണുന്ന മേൽശാന്തി വിശ്വാസികളോട് കാണിക്കുന്ന കടുത്ത വഞ്ചന, ചതി, പറ്റിക്കൽ. അദ്ദേഹം ഇന്ന് പ്രതിരൂപമല്ല, അന്ന് വിശ്വാസികളുടെ മുന്നിൽ അദ്ദേഹം പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഇപ്പോൾ AC ഞങ്ങൾ വിളിച്ചു വരുത്തി AC ഉപരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഉത്തരവാദിത്വമുള്ള AO ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ ഇതിൻ്റെ പ്രതിയാണ്. അവരെ ഒഴിച്ചു നിർത്തിയിട്ട് ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഈ അന്വേഷണത്തിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവിടുത്തെ ഉപദേശക സമിതി പിരിച്ചുവിട്ടിട്ട് മാസങ്ങളായി. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് പരിശോധിക്കേണ്ടുന്നത് ഉപദേശക സമിതിയാണ്. ആ ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടിട്ട് നേരിട്ട് പ്രശാന്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഹിന്ദു ഐക്യവേദിക്ക് ആക്ഷേപമുണ്ട്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇതിനെ പ്രതിയാക്കപ്പെട്ട ആളുകൾ, അവരെയെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മതിയായ ശിക്ഷ നൽകണം. ഇനി ഒരു ദേവസ്വം ക്ഷേത്രങ്ങളിലും ഇവർ തൊഴിൽ ചെയ്യുവാനുള്ള അനുവാദം കൊടുക്കാതെ അവരെ പിരിച്ചുവിടണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. ഇതല്ലേ അമ്പലത്തിൽ ഗണപതി അമ്പലത്തിൽ കൊടുക്കേണ്ട പ്രസാദമാണ്. ഇതല്ല, പ്രസാദം വേറെ ആയിരുന്നു. ഇതിനകത്ത് ചന്ദനമുണ്ട്, ഭസ്മമുണ്ട്, അതുകൊണ്ട് കറുത്ത പൊട്ടുമുണ്ട്. ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് ഇപ്പം ഇത് പൊളിച്ച് അകത്തേറി പോലീസുകാരിൽ വന്നിട്ടാണ് അകത്ത് കയറി നോക്കിയപ്പോഴാണ് കള്ളൂപ്പി അടപ്പുണ്ട്, ഭക്തിയാനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ചന്ദനത്തിരി, അത് കഴിഞ്ഞിട്ട് നെയ്യ്, സകലമാന സാധനം അവിടെ, ഒരു നെറ്റിപ്പട്ടം, ഒരു ജീവിതം ഒരുക്കുന്ന സാധനം എല്ലാം അവിടെ കിടക്കുമോ. അതെന്തോ ഇവിടെ വന്ന് ഇതങ്ങനെ ഇവിടെ വന്നു. ഈ അമ്പലത്തിൽ ജനങ്ങൾ ഓരോരുത്തരും കൊണ്ട് ചെന്ന് എൻ്റെ ഗണപതിയെന്നും വിളിച്ചുകൊണ്ട് തേങ്ങ ഉടച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഈ പ്രസാദം അവർക്ക് അത്രയും ചുറ്റമ്പലം എല്ലാ കാര്യങ്ങളും കിടക്കുന്നു. അവിടെ എവിടെങ്കിലും ഇരുന്ന് അവർക്ക് ഉണ്ടാക്കിക്കൂടെ? ഒരു ടേബിൾ എടുത്ത് വെളിയിലോട്ട് ഇട്ട് അവിടെ ഇരുന്ന് പ്രസാദം ഉണ്ടാക്കി പറയാൻ അവരെ തിരക്ക് നമുക്കും അറിയാം. പറയാൻ കാരണം രാവിലെ അമ്പലത്തിൽ വരുന്നവർ ചന്ദനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഭക്തജനങ്ങളുടെ തിരക്കാണ് അമ്പലത്തിൽ, ഭക്തജനങ്ങളുടെ തിരക്കാണ്. അന്നേരം അവർക്കും അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് കാണും. അന്നേരം അവർ തലേന്ന് അത് ഉണ്ടാക്കി വെക്കും. പറയാൻ കാരണം ഇല്ലാന്നല്ല, എല്ലാ അമ്പലങ്ങളിലും നടക്കുന്നവരുമാണ്. നാളെ രാവിലെ ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ കൊടുക്കാനുള്ള പ്രസാദമാണ്. ഇന്ന് വൈകിട്ടും നാളെ രാവിലെ കൊടുക്കാനുള്ള ബിസിനസ്സാണ്. 20 രൂപ കൊടുക്കുന്നവർക്ക് ഇതും, 50 രൂപ 100 രൂപ കൊടുക്കുന്നവർക്ക് ട്യൂഷനല്ലേലും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറിയപ്പോൾ കാണാൻ പറ്റിയത് എത്രയോ മദ്യക്കുപ്പികൾ അതിനകത്ത് കിടക്കുന്നത്, മദ്യക്കുപ്പികൾ. അതുപോലെ ഗണപതി അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നെയ്യ്, തിരി മുതലായ എല്ലാ സാധനങ്ങളും ഇവിടെയാണ്. ഇതെല്ലാം കടത്തിക്കൊണ്ടുവന്ന് ഇവിടുന്ന് സെക്കൻഡ് വിൽക്കുകയാണ് ഇവിടുന്ന്.